മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും കരുണയും ദുർഗയും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ചതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് നടത്തിയ നാടകമാണെന്നും ഉണ്ണിയേട്ടൻ്റെ സംശയം വെറും ഒരു സംശയമല്ലെന്നും തെളിവ് ഉൾപ്പെടെ കണ്ടുപിടിച്ചിട്ട് പോലും അദ്ദേഹം കരുണയോടും ദുർഗയോടും പറയുന്നില്ല. കാരണം രണ്ടുപേരോടെ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞ് വിശ്വസിക്കത്തില്ല. കണ്ണേട്ടൻ്റെ പിന്നാലെ ചുമ്മാ സംശയം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണെന്ന് പറഞ്ഞ് കളിയാക്കുവാണ്. കണ്ടാലറിയാത്തവർ കൊണ്ട് തന്നെ അറിയട്ടെ എന്നുള്ളൊരു ധാരണയിൽ ഉണ്ണിയാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അല്പസമയത്തിനുള്ളിൽ ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം തൽക്കാലം നിങ്ങൾ അറിഞ്ഞോളും, അന്നേരം വിശ്വസിച്ചാൽ മതി എന്നാണ്. ഡബിൾ മീനിങ്ങിൽ ഉണ്ണിയാണെങ്കിൽ പല അർത്ഥത്തിലും പല കാര്യങ്ങളും പറയുന്നെങ്കിലും അതൊന്നും കരുണയ്ക്കും ദുർഗയ്ക്കും മനസ്സിലാകുന്നില്ല. എന്തോ മാനസിക പ്രശ്നമാണെന്ന് വിശ്വസിച്ചിട്ടാണെങ്കിൽ അവർ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നു. ജോലി നഷ്ടമായതിൻ്റെ ആ ഒരു വിഷമമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് തള്ളിക്കളയുമ്പോൾ അതൊന്നും വെറും ഒരു മാനസിക പ്രശ്നമല്ലെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം സ്വന്തം കണ്ണാൽ കാണുന്നുണ്ട് ദുർഗയും കരുണയും. മറ്റൊന്നുമല്ല, വിഷു ദിവസം ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോകുന്ന കണ്ണൻ തിരികെ വന്നത് ഒറ്റയ്ക്കല്ല. ആരെയാണ് കണ്ണൻ ഉപേക്ഷിച്ചു എന്ന് കരുതി സന്തോഷിച്ചത്, എന്നാൽ കണ്ണനോട് കൂടുതൽ സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്തത് ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടാണ് കണ്ണൻ വന്നിരിക്കുന്നത്. കമലേശ്വരം തറവാട്ടിൻ്റെ അവകാശി, അതായത് കണ്ണൻ്റെ ജീവിതത്തിൻ്റെ പാതിയായിട്ടുള്ള പെണ്ണിനെയും കൂട്ടി വരുന്നത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എന്തിനാ കണ്ണ ഇവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നേന്നാണ് ദുർഗ മഹാലക്ഷ്മിയെ കണ്ടതും ചോദിച്ചത്. അപ്പം കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ ഞാൻ നിൽക്കുന്ന വീട്ടിൽ തന്നെയല്ലേ നിൽക്കേണ്ടത്, നിൻ്റെ ഭാര്യയോ, നീയല്ലേ ഇവളെ നിന്നെ ചതിച്ചതിൻ്റെ പേരി ഉപേക്ഷിച്ച് കളഞ്ഞത്, കണ്ടവൻ്റെ കൊച്ചിനെ വയറ്റിലും ചുമന്ന് നടക്കുന്ന ഇവളെ എന്തിനിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അവകാശി മറ്റാരുടെയും മണ്ടയിൽ ചുമത്തേണ്ട ആവശ്യമില്ല. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശി ഈ കമലേശ്വരത്തെ കണ്ണൻ തന്നെയാണെന്ന് വെല്ലുവിളിച്ച് പറയുമ്പോൾ ദുർഗയാണെങ്കിൽ ഞെട്ടി അമ്പരന്ന് നെഞ്ചത്ത് കൈവച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, വീൽ ചെയറിലിരിക്കുന്ന നിനക്ക് എങ്ങനെ കുഞ്ഞുണ്ടാകാനാ, നീ എന്തൊക്കെ കണ്ണാ പറയുന്നത്, നിന്നെ ഇവൾ വീണ്ടും മയക്കിയെടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പം എന്നെ ആരും മയക്കിയെടുത്തിട്ടൊന്നുമില്ല, നിങ്ങളെയൊക്കെ പേടിച്ച് ഞാനും എൻ്റെ ഭാര്യയും കൂടി ചേർന്ന് നടത്തിയ നാടകം. എടാ ഉണ്ണി, നിനക്കിതൊന്നും കണ്ടിട്ടൊന്നും ചോദിക്കാനില്ലേ എന്ന് ദുർഗ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും എന്നെ വിശ്വസിച്ചില്ലല്ലോ. ഞാൻ വെറും ഒരു പൊട്ടനാണെന്നും എൻ്റെ വെറും ഒരു തോന്നലാണെന്നല്ലേ പറയുന്നത്. എന്തായാലും ഞാൻ കുറേ ദിവസം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന നീറ്റൽ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു. രണ്ടുപേർക്കും ഇപ്പോൾ വിശ്വാസമായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കണ്ണൻ പറയുന്നുണ്ട്, ആരും ഇനി ഇതിനെ ചൊല്ലി ഇവിടെ ഒരു വഴക്കുണ്ടാക്കണ്ട. എൻ്റെ ഭാര്യയാണ് മഹാലക്ഷ്മി, ഈ വീടിൻ്റെയും സ്വത്തുവകളുടെ എല്ലാ അവകാശി ഇവളും ഇവളുടെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞുമാണെന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ മഹിയും കൂട്ടി അകത്തേക്ക് പോകുന്ന സമയത്ത് ദുർഗ മഹിയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും നീ പഠിച്ച കള്ളി തന്നെ, കണ്ടവൻ്റെ കൊച്ചിനെ എന്ത് പറഞ്ഞിട്ടാടി നീ ഇവൻ്റെ മണ്ടയിലേക്ക് വെച്ച് കൊടുത്തേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കരുണ പറയുന്നുണ്ട്, അല്ലേലും കണ്ണേട്ടനെ വിശ്വസിപ്പിക്കാനും കണ്ണേട്ടനെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് ഇവൾക്കറിയാം. പാവം കണ്ണേട്ടൻ ഇവളുടെ ചതിയിൽ വീണ്ടും വീണുപോയെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നു, സ്വത്ത് മാത്രം മോഹിച്ച് എന്നെ സ്നേഹിക്കുന്ന കുറേ വിശ്വാസവഞ്ചകരായിട്ടുള്ളവരുടെ കൂടെയായിരുന്നു ഞാൻ ഇത്രയും നാൾ താമസിച്ചിരുന്നത്. നിങ്ങളൊക്കെ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാൻ തയ്യാറാക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും എൻ്റെ ചങ്കായിരുന്നു പൊടിയുന്നത്. ഇനി എന്തായാലും എനിക്കൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ലെന്ന് ഭീഷണി പറഞ്ഞിട്ടാണ് കണ്ണൻ മഹാലക്ഷ്മിയും കൂട്ടി അകത്തേക്ക് പോകുന്നത്. വിഷു ദിവസം തന്നെ മഹാലക്ഷ്മിയും കണ്ണനും ചേർന്ന് കൊടുത്ത ഈ ഒരു കനത്ത തിരിച്ചടി കരുണയിൽ വലിയൊരു ഷോക്കാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. കണ്ണേട്ടൻ തന്ന ഒരു ഗിഫ്റ്റും തനിക്ക് വേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ആ ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ റൂമിലേക്ക് കൊണ്ടുവന്ന് കണ്ണനും മഹാലക്ഷ്മി ഇരിക്കുന്ന അവരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. എന്തായാലും ഇതൊക്കെ മേടിക്കാനുള്ള ആസ്തി തൽക്കാലം എനിക്കുണ്ട്, അതൊക്കെ നിങ്ങളുടെ സഹോദരന് കൊടുത്താൽ മതി, അയാൾ ആ ജോലിയും കൂലിയും ഇല്ലാതെ അലഞ്ഞു നടക്കുന്നത്, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് കരുണയാണെങ്കിൽ കലി കൊണ്ട് ഉറഞ്ഞു തുള്ളുന്നുണ്ട്. പിന്നെ എന്നെ ചതിച്ച് ഇവൾ നേടിയെടുത്ത ഈ സന്തോഷം അധിക നാൾ വാഴില്ല എന്ന് പറഞ്ഞ് കരുണയാണെങ്കിൽ പോകുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നു, അപ്പോൾ ഇത്രയും നാൾ നീ കണ്ണേട്ടനോട് കാണിച്ച സ്നേഹമൊക്കെ വെറും ഒരു കപടമായിരുന്നല്ലേ, ആയിരുന്നടി നീ എന്ന് പറയുന്ന ബാധ്യത കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ണേട്ടനോട് എനിക്ക് യാതൊരു പിണക്കോ പരിഭവവും ഇല്ല. പക്ഷേ നീ എന്ന് കണ്ണേട്ടനോടൊപ്പം താമസിക്കുന്നുവോ ആ നിമിഷം മുതൽ ഈ വീൽ ചെയറിലുള്ള ഈ മനുഷ്യനും എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും, അതിനൊരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അതേസമയം കരുണയ്ക്കും ദുർഗയ്ക്കും ഉണ്ണിക്കും ഒക്കെ കിട്ടാവുന്നതിൽ വലിയൊരു തിരിച്ചടി കിട്ടി ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോൾ ഉണ്ണിയാണെങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ട് രണ്ടുപേരെയും വിഷമിപ്പിക്കുന്നു. ഈ സത്യങ്ങളൊക്കെ അറിയുന്ന മുത്തശ്ശിയും അതുപോലെ പ്രതാപനും ആകെ ഞെട്ടിവരച്ച് ഇനി എന്തിന് ജീവിച്ചിരിക്കണം,
തൻ്റെ മകൾക്ക് വീണ്ടും അബദ്ധം പറ്റിപ്പോയോ? മഹാലക്ഷ്മി കമലേശ്വരത്തു നിന്ന് ഇറങ്ങിപ്പോയി എന്ന പേരിനല്ലേ അവൾ വീണ്ടും ഉണ്ണി വന്ന് വിളിച്ചപ്പം കൂടെ പോയത്? അതൊരു മണ്ടത്തരമായിപ്പോയോ? ഇപ്പോഴും വൈകിട്ടില്ലടാ പ്രതാപ, നീ നമ്മുടെ മോളെ ഇനി വിളിക്കുന്നതാ നല്ലത്. ഇപ്പോൾ എന്തായാലും അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നാളെ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ രണ്ടുപേരെയും രണ്ടാക്കി അകറ്റാൻ പാടാ. ഇനി ആ മണ്ണുണ്ണിയുടെ കൂടെ അവളെ വിട്ടിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ കുഞ്ഞിന് ഇനി നല്ലൊരു ജീവിതം ഉണ്ടാകില്ല അവനോടൊപ്പം. കാരണം ജോലിയും കൂലിയും ഇല്ലാത്ത അവൻ്റെ ചെലവിന് കഴിയുന്ന വെറും ഒരു വളർത്തുനായയാ. ആ ശമ്പളം പോലും ഇനി എന്നാ നിലയ്ക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ എരിപിരി കയറ്റുന്നുണ്ട്. അപ്പോൾ എന്താകുമെന്ന് അറിയില്ല. കരുണ ഇനി ഇതിനെ തുടർന്ന് കമലേശ്വരം പടി വിട്ടിറങ്ങുമോ? കാത്തിരിക്കാൻ എന്താകുമെന്ന്.